പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ദിവസം 2 കൊരിന്തോസ് 5:1 തിരുവചനത്തിലൂടെ ഈശോ നമ്മോട് സംസാരിക്കുകയാണ്. ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ തിരുവചനത്തിലൂടെ ഈശോ നമ്മളെ വലിയൊരു കാര്യം ബോധവാന്മാരാക്കുകയാണ്. ഈശോ പറയുന്നത് ഇങ്ങനെയാണ്: ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും നിങ്ങൾക്കായി ഞാൻ സ്വർഗീയ ഭവനം ഒരുക്കിയിരിക്കുന്നുവെന്ന്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ തിരുവചനം ശ്രവിക്കുന്ന ഓരോ വ്യക്തികളും ഈ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, വചനം പറയുന്നു, ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഈ ലോകത്തിലായിരിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ ലോകത്തിൽ ഭൗമിക ജീവിതത്തിലാണോ എന്ന് ഞാനും നിങ്ങളും ചിന്തിച്ചിരിക്കണം. ഭൗമികമായ ഭവനം, എൻ്റെ ഭൗമിക ശരീരം നശിച്ചു പോകുന്ന അവസ്ഥയിലൂടെയാണോ ഞാനും നിങ്ങളും ഈ ലോകത്തിൽ വസിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നൊരവസ്ഥയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭൗമിക ശരീരം, മനുഷ്യനായി പിറന്ന നാം എല്ലാവരും ഈ ഭൂമിയിൽ മരണമടഞ്ഞ് പോകുമെങ്കിലും സ്വർഗത്തിൽ നമുക്കായി ദൈവം ഒരുക്കിയിരിക്കുന്ന കരങ്ങളാൽ നിർമ്മിതമല്ലാത്തൊരു ഭവനമുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ഭവനത്തിൽ ദൈവത്തിൽ നിന്നുള്ള സ്വർഗീയ ഭവനം, അതിൽ വസിക്കുവാൻ, അതിൽ ഇടം പിടിക്കുവാനായിട്ട് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഭൗമിക ശരീരത്തിൽ അതിനായി ശരീരത്തെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ ഹൃദയത്തെ നമുക്ക് ഒരുക്കുവാനായിട്ട് സാധിക്കണം. ആ സ്വർഗീയ ഭവനത്തിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ ഒരുക്കുവാൻ ഈ വരുന്ന കാലഘട്ടങ്ങളിൽ നമുക്ക് സാധിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ.